കേരളത്തിൽ നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അഭിഷേക് വിജയ്. ഈ 2024 നീറ്റ് എക്സാമിൽ 720 ലഭിച്ചിരുന്നു. അതിന് പിന്നിൽ 720 ലഭിക്കുന്നതിന് പിന്നിലുള്ള എൻ്റെ കഷ്ടപ്പാടും ഞാൻ പോയ വഴികളും ഡെഡിക്കേഷനും ആ സക്സസ്സിലേക്കുള്ള ട്രൂ സ്റ്റോറി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ആൾക്കാർക്കിടയിൽ 720 കിട്ടിയ ആൾക്കാരെ കുറിച്ച് ചില കോൺട്രവേഴ്സികൾ പരക്കുന്നുണ്ട്. അപ്പോൾ 720 കിട്ടിയ ഒരാൾ എന്ന നിലയിൽ എനിക്കതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാനും ആഗ്രഹിക്കുന്നു. 720 കിട്ടിയ എന്നെപ്പോലെയുള്ള ഓരോ വിദ്യാർത്ഥിക്കും വളരെയധികം കഷ്ടപ്പാടും അതേപോലെ തന്നെ ഒരുപാട് സാക്രിഫൈസസും കഴിഞ്ഞാണ് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത്. പലതരം ആരോപണങ്ങളും നിലനിൽക്കുമ്പോഴും കേരളത്തിലെ, അതായത് ബ്രില്യൻറ്റിലെ 720 കിട്ടിയ വിദ്യാർത്ഥികളുടെയും ആ ഒരു കഷ്ടപ്പാടും സാക്രിഫൈസും വളരെയധികം വലുതാണ്. അത് എന്നെ സംബന്ധിച്ച് ഉള്ള വ്യക്തമായ തെളിവുകൾ ഞാൻ കാണിച്ചത്. എൻ്റെ വീക്ക്ലി എക്സാംസും അതുപോലെ തന്നെ ഏതാണ്ട് 110ഓളം മോഡൽ എക്സാംസ്, അതുവഴി 22,000 ക്വസ്റ്റ്യൻസ്, ഇത്രയും നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥ നീറ്റ് എക്സാമിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മോഡൽ എക്സാമിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, മോഡൽ എക്സാം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് മോഡൽ എക്സാമുകളിലൂടെ നമ്മൾ ഫേസ് ചെയ്തത്. അതിൽ ഏതാണ്ട് ഒരുവിധം എല്ലാ മോഡൽ എക്സാമുകളിലും എനിക്ക് 700-ന് മുകളിൽ മാർക്ക് ലഭിക്കാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും എൻ്റെ പ്രധാനമായ ലക്ഷ്യം 720-ന് മുകളിൽ മാർക്ക് ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലാണ്. എനിക്ക് നീറ്റ് എക്സാമിൻ്റെ ആ ഒരു മുമ്പത്തെ ആഴ്ചയിൽ കിട്ടിയ മാർക്കുകളാണിത്. എനിക്ക് ഓൾമോസ്റ്റ് അതിലെല്ലാത്തിലും 700 എബവ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ ഡ്രീം ചെയ്ത ആ മാർക്ക് എനിക്ക് 2nd മെയ്യിലെ മോഡൽ എക്സാമിന് 720 എനിക്ക് ലഭിച്ചു. അപ്പോൾ അത് ശരിക്കും അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെ ആയിരുന്നു. 5th മെയ്യിലേക്ക് 3 ദിവസം ബാക്കി നീട്ടി അങ്ങനെ ഒരു സ്കോർ ലഭിച്ചപ്പോൾ അത്രയും നാൾ മോഡൽ എക്സാമിന് കിട്ടിയിട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ അത് വളരെ നല്ലൊരു ബൂസ്റ്റപ്പായിരുന്നു. വീക്ക്ലി എക്സാംസിൻ്റെ അനൗൺസ്മെൻറ്റ്സ് മുതൽ മോഡൽ എക്സാംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ വരെയും എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ബൂസ്റ്റായി എനിക്ക് എൻ്റെ റിസൾട്ട്സ് എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. മോഡൽ എക്സാംസ് എത്തുമ്പോഴും എനിക്ക് 8ഓളം ഗോൾഡ് മെഡൽസ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ വന്നതിനാൽ ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ പ്രൈം എയിം 720 ലഭിക്കണമെന്നായിരുന്നു. അതെനിക്ക് ലഭിച്ചു. അത് ലഭിക്കാനുള്ള എൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ പാത്തിൽ ഇടയ്ക്ക് എനിക്ക് സംഭവിച്ച ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള വഴിയിൽ എനിക്ക് ലഭിച്ച അച്ചീവ്മെൻറ്റ്സ്, അതാണ് ഈ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ ഉള്ളത്. ഏകദേശം 20,000-ഓളം കുട്ടികൾ ഒരുമിച്ച് മത്സരിച്ച് എഴുതുന്ന ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് എക്സാമിന് പലപ്പോഴും ടോപ്പേഴ്സ് ലിസ്റ്റ് വന്നത് എനിക്ക് വളരെയധികം മോട്ടിവേഷൻ തന്നെ ആയിരുന്നു. അത് എൻ്റെ 720-ലേക്കുള്ള പാതയെ വളരെയധികം മെച്ചപ്പെടുത്തി. അപ്പോൾ 720 എന്ന ആ ഒരു മാർക്കിലേക്കുള്ള എൻ്റെ യാത്ര, അതിൽ ഏറ്റവും പ്രധാന പങ്ക് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനുണ്ട്. ഞാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ വന്ന് കയറിയ ദിവസം മുതൽ തന്നെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉൾപ്പെടുത്തിയാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത് പോലും. ക്ലാസ്സിൽ കയറി ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. റൂംമേറ്റ്സുമായിട്ടൊക്കെ തലേ ദിവസം തന്നെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ ഹോസ്റ്റൽ മേറ്റ്സുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ഒരു നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറിൽ എനിക്ക് തന്നെ മനസ്സിലായി, നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ് എനിക്ക് കിട്ടിയത്. ഹോസ്റ്റൽ മേറ്റ്സ് ആവട്ടെ റൂംമേറ്റ്സ് ആവട്ടെ, രണ്ട് ആൾക്കാരും അവർ എല്ലാവരും നല്ല കാമായിരുന്നു, സപ്പോർട്ടീവ്. നമ്മൾ ഒരു രീതിയിലും ഈഗോസ്റ്റിക്കായിട്ട് കാഴ്ചപ്പാട് ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ആളും പേരും നോക്കാതെ സപ്പോർട്ട് തന്ന എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സിന് എൻ്റെ മാർക്ക് ഇത്രയും വളരാനുള്ള കാരണമായി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ
ആദ്യം മുതൽ തന്നെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഫുൾ ഫോളോ ചെയ്തിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതാത് ദിവസങ്ങളിലുള്ള ടോപ്പിക്സ് പഠിച്ചിരുന്നു. അപ്പോൾ കണ്ടൻറ്റ് കൂടുന്ന ആ ഒരു ടൈം അനുസരിച്ച് ഞാൻ എൻ്റെ സ്വന്തം കേപ്പബിലിറ്റി കൂട്ടാൻ ശ്രമിച്ചു. അതായത് എൻ്റെ പരമാവധി മാക്സിമം ഞാൻ പഠിക്കാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്നെ ഏറ്റവും ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതായത് എത്ര എണ്ണം എന്നൊന്നും നോക്കാതെ തന്നെ കിട്ടുന്ന സമയം, തിയറി പഠിച്ചിട്ട് ബാക്കി കിട്ടുന്ന സമയം ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതായത് തുടക്കത്തിലൊക്കെ തിയറി നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കാരണം കണ്ടൻറ്റ് കുറവാണ്. ആദ്യം കുറച്ച് നാൾ ക്ലാസ്സിൻ്റെ നേരം, അതായത് സമയം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റേതായ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് പാടായിരുന്നു എനിക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ ഫോളോ ചെയ്ത് പോകാൻ. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പുഷ് ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെയും എനിക്ക് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. പിന്നീട് എനിക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, എനിക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ വരുമ്പോൾ തന്നെ എനിക്ക് ഫിസിക്സ് അത്യാവശ്യം അറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫിസിക്സ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ബയോളജിയും കെമിസ്ട്രിയിലേക്കും കൂടുതൽ എൻ്റെ സ്ട്രെയിൻ ഞാൻ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ബയോളജി ആയിരുന്നു ഞാൻ വീക്കായിരുന്നത്. അപ്പം ബയോളജിയിലും പരമാവധി സമയം ബയോളജിയിൽ കൊടുത്തു, പിന്നെ കെമിസ്ട്രിക്ക് കൊടുത്തു. കുറച്ച് സമയം മാത്രമേ എനിക്ക് ഫിസിക്സിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അത് കാരണം എനിക്ക് 3 സബ്ജക്റ്റും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് ഞാനും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഒരു ഗവൺമെൻറ് സീറ്റ് എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഉയർന്ന മാർക്കിലേക്ക് എനിക്ക് എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന കോളേജുകളായ എയിംസിലോ ജിപ്മറിലോ ഒക്കെ പഠിക്കാനുള്ളൊരു അവസരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുമോ, ഒരു റിപ്പീറ്റർ എന്ന നിലയിൽ എനിക്ക് ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെ പല ചോദ്യങ്ങളുമായിട്ട് തന്നെയാണ് ഞാനും എത്തിയത്. പക്ഷേ എനിക്ക് മനസ്സിൽ ആദ്യമേ തന്നെ പറ്റുന്നത്ര സാക്രിഫൈസസ് ചെയ്യണം എന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം. അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. ഇപ്പോൾ തുടക്കത്തിൽ തന്നെയും ഞാൻ ആലോചിച്ചിരുന്ന പ്രധാനമായും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറക്കത്തിൽ ഒരു കോംപ്രമൈസ് വരുത്തരുത് എന്നൊരു ആലോചന വന്നപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഫോളോ ചെയ്തു. അവസാന ദിവസം വരെയും 6 മണിക്കൂറിൽ താഴെ ഉറങ്ങാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. എല്ലാ ദിവസവും 6 മണിക്കൂറിന് മുകളിൽ തന്നെയാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അത് എൻ്റെ ഹെൽത്തിനെ അത് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. ഈവൻ അത്രയും ഉറക്കത്തിൽ സാക്രിഫൈസ് വരുത്താഞ്ഞിട്ട് പോലും എനിക്ക് ലാസ്റ്റ് മാർച്ച് മാസമോ ഏപ്രിൽ മാസമോ ഒക്കെ നല്ല തലവേദനയായിരുന്നു. നല്ല തലവേദന, തലയുടെ ബാക്കിൽ ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഞാൻ കണ്ണിൻ്റെ സ്ട്രെയിൻ കാരണമാണ് അത് വന്നത്, തലയ്ക്ക് ബാക്കിൽ വേദന. അങ്ങനെ അത് ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ട്, പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് നാൾ റെസ്റ്റൊക്കെ എടുക്കണം. അതായത് നമ്മൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരുന്നിട്ട് പോലും എനിക്ക് അത്രമാത്രം ഹെൽത്ത് ഇഷ്യൂസ് വന്നു. കാരണം അത്രയും നേരം ഞാൻ പുസ്തകത്തിന് മുന്നിലായിരുന്നു. ലാസ്റ്റ് മോഡൽ എക്സാം ടൈമിലൊക്കെ 15-16 മണിക്കൂർ എനിക്ക് ബുക്ക് വായിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ആയിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ആദ്യമൊക്കെ ക്ലാസ് ടൈമിലായിരുന്നപ്പോൾ അത്രയും എനിക്ക് വർക്ക് ലോഡ് വന്നിരുന്നില്ല. പക്ഷേ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞു മോഡൽ എക്സാമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഒരുപാട് ടൈം പഠിക്കാൻ കിട്ടിയതുകൊണ്ട് ആ സമയത്ത് പറ്റുന്ന അത്രയും സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത വഴിക്ക് ഞാൻ അത്യാവശ്യം നല്ല സ്ട്രെയിൻ എടുത്തു. ആ സ്ട്രെയിൻ്റെ എല്ലാത്തിൻ്റെയും ഫലമാണ് എനിക്ക് 720 എന്ന സ്കോറിലേക്ക് എത്താൻ സാധിച്ചതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് 1 ഇയർ റിപ്പീറ്റ് ചെയ്താൽ 720 ഒക്കെ എത്താൻ പറ്റുമോ എന്നുള്ളത്. അതിൽ എനിക്ക് പ്രധാനമായും പറയാനുള്ളത്, നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും. അതായത് സ്റ്റഡി മെറ്റീരിയൽ ബുക്ക് കിട്ടും, വർക്ക് ബുക്ക് കിട്ടും, സ്റ്റഡി പാക്കേജ് ബുക്ക് കിട്ടും, നമുക്ക് ലെക്ചർ നോട്ട്സ് കിട്ടും. സാർമാർ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട്സ് അല്ലാതെ പ്രമുഖരായ സാർമാർ എഴുതി നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന നോട്ട്സ് നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയോ വർഷങ്ങളായിട്ട് ഫേമസ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ അതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ പാറ്റേൺ അനുസരിച്ചാണ് ബുക്സ് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും തീർച്ചയായും നല്ല യൂസ്ഫുള്ളായ ഒരു കണ്ടൻറ്റാണ്. അതിൻ്റെ കൂടെ ഈ കണ്ടൻറ്റ് ഉപയോഗിക്കാനുള്ള നമ്മുടെ ആ ഒരു വിൽ പവറും ആവശ്യമാണ്. ശരിക്കും നമ്മൾ അത്രയും ടൈം നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റൂ. ഇത്രമാത്രം കോമ്പറ്റീഷനുള്ള ഈ ഒരു എക്സാമിൽ
നമ്മൾ 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു 1 ഇയർ കൊണ്ട് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ അത്രയും സമയം സാധാരണ ഒരാൾ പഠിക്കുന്നതിൻ്റെക്കാട്ടിയും കൂടുതൽ സമയം ഏതാണ്ട് ഉറക്കം ഒഴികെ ബാക്കി ഫുൾ നേരം നമ്മൾ ഈ പഠിത്തത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത്രയൊരു സ്കോറിലേക്ക് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്താൻ കഴിയും. പിന്നീട് അതേപോലെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ഫാക്കൽറ്റീസ് ഏറ്റവും എക്സലൻ്റായ ടീച്ചർമാരും സാർമാരും നമ്മളെ ഫുൾ സപ്പോർട്ട് നമുക്ക് പഠിത്തത്തിൽ എന്ത് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എക്സാംസിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ എക്സലൻറ്റ് ക്വാളിറ്റി ക്ലാസ്സാണ് സാർമാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഫുൾ എല്ലാ ടോപ്പിക്കിൻ്റെയും ഓൺലൈൻ ക്ലാസ് ഇൻഡെപ്തിലും ഉണ്ട്. അതേപോലെ തന്നെ ഷോർട്ടായിട്ട് ടൈം ബൗണ്ടായി നിൽക്കുന്ന ആൾക്കാർക്ക് ഷോർട്ടായിട്ടും ആ ടോപ്പിക്ക് കണ്ടു തീർക്കാനായിട്ട് ഇൻഡെപ്ത് അല്ലാതെ തന്നെ ഷോർട്ട് വീഡിയോസും ഉണ്ട്. പിന്നെ ബ്രില്യൻറ്റിലെ ലൈബ്രറിയിൽ ഇല്ലാത്ത ബുക്ക് ശരിക്കും ഇല്ല. നമ്മളെ ഒരു +1 +2 സിലബസിൽ ഏതാണ്ട് എല്ലാ പ്രമുഖരായ ആൾക്കാർ സാർമാർ എഴുതിയ ബുക്കുകളെല്ലാം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ലൈബ്രറിയിലുണ്ട്. അതെല്ലാം നമുക്ക് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാം. അതെപ്പോഴും ഗുണപ്രദമായിരിക്കും. നമ്മളെ സക്സസ്സിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട് മോഡൽ എക്സാംസിനും അതുപോലെ വീക്ക്ലി എക്സാംസിനും ഉണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വീക്ക്ലി എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇച്ചിരിയും കൂടെ നിലവാരത്തിൽ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തണമെങ്കിൽ A+ എക്സാംസ് ഉണ്ട്. അങ്ങനെ വീക്ക്ലി എക്സാംസ് A+ എക്സാംസും ഓരോ ആഴ്ചയും നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ കണ്ടൻറ്റ് തീരുന്നത് വരെ പോർഷൻസ് തീരുന്നത് വരെയും അതിനുശേഷം മോഡൽ എക്സാംസ് തുടങ്ങും. ഏതാണ്ട് 110 മോഡൽ എക്സാംസ് വഴി 22,000-ഓളം ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടായിരിക്കും യഥാർത്ഥ നീറ്റ് എക്സാമിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അവിടെ നമുക്ക് എത്ര ശരിയാവുന്നു എന്നുള്ളതിലല്ല കാര്യം, നമുക്ക് തെറ്റുന്നതെല്ലാം നമുക്ക് തിരുത്താനുള്ളൊരു അവസരം അവിടെ കിട്ടുകയാണ്. അതായത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ ആ 22,000 ചോദ്യവും നമ്മളെ കൈ കിട്ടുകയാണ്. അത് ശരിക്കും വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഈവൻ പോർഷൻസ് നമുക്ക് ഫുൾ തീർക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും മോഡൽ എക്സാംസ് നടക്കുന്ന ആ ടൈമിന് നമുക്ക് തീർച്ചയായും പെൻഡിങ് വന്നിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ച് തീർക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ ശരിക്കും നമ്മൾ ഇൻകംപ്ലീറ്റ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയ ശരിക്കുമുള്ള ടൈമാണ് മോഡൽ എക്സാം പീരീഡ്. പിന്നെ 2024 നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട്സ് വെച്ചുകൊണ്ട് ചില ആൾക്കാർ ചർച്ച ചെയ്ത ചില കോൺട്രവേഴ്സീസ് ഉണ്ട്. പ്രധാനമായും ഫുൾ മാർക്ക് കിട്ടിയവരുടെ എണ്ണം വർദ്ധിച്ചത്. അതിൽ 6 പേർക്ക് ഗ്രേസ് മാർക്ക് വഴിയായിരുന്നു ഫുൾ മാർക്ക് കിട്ടിയിരുന്നത്. അവരൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ അവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ നേടിയ ആ ഒരു വിജയമാണ് ആ 720 എന്ന സ്കോറ്. കേരളത്തിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 4 പേരും ബ്രില്യൻറ്റ് ഫാമിലിയാണ്. ഞങ്ങൾ 4 പേർക്കും ആ മാർക്ക് കിട്ടാനുള്ള കാരണം ഞങ്ങൾ 4 പേരുടെയും കഷ്ടപ്പാടും ആ ഡെഡിക്കേഷനും ആ പെർസിവറൻസും ആ ടോട്ടൽ ആ ഒരു എഫേർട്ട് തന്നെയാണ് ഞങ്ങളെ ആ ഒരു മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. പല കോൺട്രവേഴ്സികളും ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടിരുന്നു. അപ്പോൾ 720 കിട്ടിയ കുട്ടിയെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 720 കിട്ടിയവരുടെ എണ്ണം കൂടാൻ വ്യക്തമായി ശരിക്കും ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സിലബസ് റെഡ്യൂസ് ചെയ്തത്. നീറ്റ് 2023 വരെ ഉണ്ടായിരുന്ന സിലബസ് ആയിരുന്നില്ല 2024 വന്നപ്പോൾ. സിലബസ് ഏതാണ്ട് 25% റെഡ്യൂസ് ആയിട്ടാണ് 2024 നീറ്റ് എക്സാം നടന്നത്. അപ്പോൾ സിലബസ് റെഡ്യൂസ് ആയതുകൊണ്ട് സ്വാഭാവികമായും കുറച്ച് കണ്ടൻറ്റ് പഠിച്ചാൽ മതി. അപ്പോൾ പഠിക്കുന്ന കണ്ടൻറ്റ് കുറച്ചുകൂടെ നിലവാരത്തിൽ പഠിക്കാൻ തീർച്ചയായും സമയം കിട്ടും. ആ സമയം കിട്ടിയത് കൊണ്ട് തീർച്ചയായും കുറേ പേർക്ക് മാർക്ക് കിട്ടാൻ നല്ല സ്കോപ്പുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സാധാരണ നീറ്റ് എക്സാമുകളിൽ ഒരു മിനിമം 5 ക്വസ്റ്റ്യനെങ്കിലും റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കാണും. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം അറ്റൻഡ് ചെയ്യുകയും ശരിയാക്കുകയും ചെയ്യുന്ന രീതിയിൽ കൺഫ്യൂസിങ്ങോ അല്ലെങ്കിൽ അത്രയും നിലവാരത്തിലുള്ള ഒരു മിനിമം 5 ക്വസ്റ്റ്യനെങ്കിലും സാധാരണ നീറ്റ് സാധാരണ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നീറ്റ് 2024 അങ്ങനെ ഒരു ചോദ്യം പോലും അങ്ങനെ ഇല്ലായിരുന്നു. 2023 നീറ്റ് ഞാൻ എഴുതിയതാണ്. ഞാൻ ആ സമയം തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരുന്നു എന്ന്. ഞാൻ 2024 നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ നീറ്റ് 2023 ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി അങ്ങനെ റാങ്ക് ഡിസൈഡിങ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ വരാതെ 2 പേർക്ക് മാത്രം 720 കിട്ടി. ആ 720 എന്ന സ്കോറിൽ ലഭിച്ച ആൾക്കാരുടെ എണ്ണം ലിമിറ്റ് ആവാനുള്ള കാരണം
ഈ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ വർഷം അങ്ങനെ ചോദ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് 720 കിട്ടിയത്. എനിക്ക് ഇത്രയും 720 എന്നൊരു മാർക്കിലേക്ക് എത്താൻ സഹായിച്ചത് വളരെ വലിയൊരു പങ്ക് ബ്രില്യൻറ്റിൻ്റെ ടോട്ടൽ ഫുൾ ആ ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഒരു സിസ്റ്റം, അത് വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ റെഗുലറായ ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ, ആദ്യമൊക്കെ ഉച്ചവരെ ആയിരിക്കും, പിന്നെ വൈകുന്നേരം വരെ ആവും റെഗുലർ ക്ലാസ്സുകൾ. പിന്നെ ശനിയും ഞായറും നമുക്ക് ഓഫ് കിട്ടും. ആ സമയത്ത് ആ ആഴ്ചയുടെ നമ്മൾ കവർ ചെയ്യാതിരുന്ന ടോപ്പിക്സ് പഠിക്കാം. അടുത്ത തിങ്കളാഴ്ച വീക്ക്ലി എക്സാം വരും, പിന്നെ ചൊവ്വാഴ്ച A+ എക്സാം വരും. അങ്ങനെ നമുക്ക് പിന്നെയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ അടുത്ത ഒരു ഫുൾ വീക്ക്, അതിൻ്റെ വീക്ക്ലി എക്സാം അതിൻ്റെ നെക്സ്റ്റ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് നടക്കും. തിങ്കളാഴ്ച വീക്ക്ലി എക്സാമും ചൊവ്വാഴ്ച A+ എക്സാമും. അങ്ങനെ വീക്ക് ബൈ വീക്ക് നമ്മൾ ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പാത്തിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് പിന്നെ ടോപ്പിക്സ് കഴിയുന്നതനുസരിച്ച് ഓരോരോ ക്ലാസ്സുകൾക്ക് ഓഫ് കിട്ടും. ഏതാണ്ട് ഒരു കുറച്ച് സമയം ഓഫ് കിട്ടും. ആ സമയത്ത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ പറ്റും. അതിനുശേഷം മോഡൽ എക്സാംസ് തുടങ്ങും. മോഡൽ എക്സാംസ് തുടങ്ങുമ്പോഴും തീർച്ചയായും ഇതുപോലൊരു പാറ്റേൺ ആണ്. ഒരു മോഡൽ എക്സാം കഴിഞ്ഞ് 3-4 ദിവസം ആദ്യമൊക്കെ ഓഫ് കിട്ടും. അതിനുശേഷം അടുത്ത മോഡൽ എക്സാം. അപ്പോൾ ആ ഓരോ മോഡൽ എക്സാമിനും ഏതാണ്ടൊക്കെ ആദ്യമൊക്കെ ഓരോ യൂണിറ്റ് വീതമായിരിക്കും ഓരോ മോഡൽ എക്സാം. അപ്പോൾ അന്നേരം 9-10 ചാപ്റ്റേഴ്സ് വീതമായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 ദിവസം കൊണ്ട് അത് ഫിനിഷ് ചെയ്യും. അടുത്ത യൂണിറ്റ് എക്സാമിലേക്ക് കയറും. പിന്നെ യൂണിറ്റ്സ് കമ്പൈൻഡ് ആവും. ഏറ്റവും അവസാനം ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ ഒരു എക്സാം, സെക്കൻഡ് ഇയർ മൊത്തം ഒരു എക്സാം, അങ്ങനെ വരും. പിന്നെ ലാസ്റ്റ് ടോട്ടൽ മോഡൽ എക്സാംസ് വരും. ടോട്ടൽ മോഡൽ എക്സാംസ് ആദ്യം ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പുള്ള ദിവസം കിട്ടും. അന്നേരം നമുക്ക് കൂടുതൽ റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ, ഒരു റുട്ടീൻ പ്രാക്ടീസ് എന്ന രീതിയിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നീറ്റ് എക്സാം, അങ്ങനത്തെ രീതിയിൽ നമ്മളെ റുട്ടീനാക്കി എക്സാംസിനെ ബ്രില്യൻറ്റ് നമുക്ക് മാറ്റിത്തരും. അങ്ങനത്തെ രീതിയിൽ എല്ലാ ദിവസവും മോഡൽ എക്സാംസ് നമുക്ക് കാണും. ലാസ്റ്റ് നീറ്റിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം വരെയും മോഡൽ എക്സാംസ് കാണും. എന്നിട്ട് നമ്മൾ നീറ്റ് എക്സാമിലേക്ക് കടക്കുന്നു. ബ്രില്യൻറ്റിൻ്റെ ഇത്രയും നാൾ എഴുതിയ മോഡൽ എക്സാം എങ്ങനെയാണോ നമുക്ക് അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ പോയി എഴുതും. ടെൻഷനൊന്നും ഇല്ലാതെ മൈൻഡ് നല്ല കൂളായിട്ട് ഇത്രയും നാൾ എങ്ങനെ എഴുതിയോ അതുപോലെ തന്നെ എഴുതാൻ സാധിക്കും. അത് വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു വേ ഓഫ് അപ്രോച്ച് തന്നെയാണ്. കാരണം ഒരു രീതിയിലും നമുക്കൊരു ബ്രേക്കോ സ്റ്റട്ടറിങ്ങോ അവിടെ വരുന്നില്ല. നമുക്ക് ഒരു ഫ്ലോയിൽ തന്നെ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കും. നമ്മളൊന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് നിന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മളങ്ങ് അതിൻ്റെ ഒരു പാർട്ടായി മാറും. നമ്മൾ സ്വാഭാവികമായും എവിടെ നമ്മൾ പഠിക്കാൻ പോയാലും നമ്മൾ റിസൾട്ട് ഉള്ളിടത്തേ പഠിക്കാൻ പോകത്തുള്ളൂ. ഞാനും അതേപോലെ തന്നെ റിസൾട്ട് ഉള്ളിടത്ത് എന്ന രീതിയിൽ തന്നെയാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് വന്നത്. അത് ഞാൻ കണ്ടിരുന്നത് എൻ്റെ ചേച്ചി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ 6 വർഷം മുമ്പ് 2018 നീറ്റ് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത ശേഷം 2018 നീറ്റ് എക്സാമിൽ നല്ലൊരു സ്കോർ വാങ്ങി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ചേച്ചി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനും അമ്മയും ചേച്ചിയെ കാണാൻ വരുന്ന സമയത്ത് ഞാനും വന്നിരുന്നു. അപ്പോൾ ചേച്ചി പറയുന്ന വഴിയും അച്ഛനും അമ്മയും പറയുന്ന വഴിയും ഞാനായിട്ട് തന്നെ കണ്ട് വന്ന വഴിയിലൂടെ എനിക്ക് അത്യാവശ്യം ബ്രില്യൻറ്റിലെ ഫുൾ സിസ്റ്റം ഫെമിലിയർ ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് എത്താവുന്ന ഏറ്റവും വലിയ ഹൈറ്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും എന്ന് എനിക്ക് ആ സമയത്ത് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു. ഇൻ കേസ് ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ലെങ്കിൽ ബ്രില്യൻറ്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വരും എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു. ഫസ്റ്റ് ചാൻസിൽ ഞാൻ നീറ്റ് എഴുതിയപ്പോൾ എനിക്ക് 560 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബയോളജിയിൽ സ്വല്പം വീക്കായിരുന്നു ആ സമയങ്ങളിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് 560 മാർക്കേ ലഭിച്ചുള്ളൂ. അന്നേരം തന്നെ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ കയറാൻ തീരുമാനിച്ചു. റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം എനിക്ക് 720 എത്താൻ സാധിച്ചു. ബ്രില്യൻറ്റിലെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ലാസ്റ്റ് ഡേയ്സിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരുന്നു ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ്. കാരണം ആദ്യം മുതൽ തന്നെ നമുക്ക് എന്തെങ്കിലും പാഠഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക്
ഷോർട്ട് വീഡിയോയോ ഇൻഡെപ്ത് വീഡിയോയോ കണ്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിനേക്കാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം, ഞാൻ ആദ്യം മുതൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് എനിക്ക് മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻസ് പലതും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഞാൻ തീരുമാനിച്ചു JEE മെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് വഴി, നീറ്റ് ബാച്ച് ആണെങ്കിൽ പോലും ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് വഴി ഞാൻ JEE മെയിൻ 2021, 22, 23, 24 അങ്ങനെ 4 വർഷത്തിൻ്റെയും കംപ്ലീറ്റ് എല്ലാ ഷിഫ്റ്റ് JEE മെയിൻ്റെയും ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ ലേണിംഗ് ആപ്പ് വഴി ഫുൾ എന്നെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെയധികം ബെനിഫിഷ്യലാണ് ശരിക്കും. കാരണം നീറ്റ് 2024 വന്ന പല ചോദ്യങ്ങളും JEE മെയിന് പ്രീവിയസ് ഇയർ ആയിട്ട് വരുന്ന ചോദ്യങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ള ചോദ്യങ്ങളായിരുന്നു നീറ്റിന് ഫിസിക്സ് കെമിസ്ട്രിയും വന്നിരുന്നത്. അത് ഒരുപാട് ഡീപ്പായിട്ട് JEE മെയിന് പഠിച്ച ആൾക്ക് തീർച്ചയായും മനസ്സിലാവും. അങ്ങനത്തെ രീതിയിൽ നീറ്റിന് 2024 നീറ്റിന് ഫിസിക്സിലും കെമിസ്ട്രിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ JEE മെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതിൽ എനിക്ക് വളരെയധികം യൂസസ് തീർച്ചയായും വന്നിട്ടുണ്ട്. അതിൽ എന്നെ സഹായിച്ച ഏറ്റവും വലിയ ഘടകം ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ എല്ലാ നിർണായകമായ ഘട്ടത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഈവൻ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷവും ആഴ്ച അച്ഛനും അമ്മയും വരുമായിരുന്നു. അതെനിക്ക് വളരെയധികം ഒരു ഫ്രീ ടൈമായി മാറ്റാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അത്രയും റിലാക്സ് ആകുമെന്ന് കരുതി തന്നെയാണ്. അപ്പം അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. കാരണം അതെനിക്ക് അച്ഛനമ്മയും കാണുന്നതും അവരുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുന്നതും അതെപ്പോഴും നമുക്ക് മനസ്സ് റിലീവ് ചെയ്ത് തന്നെ തരും. അതിനൊപ്പം എൻ്റെ ഏത് പ്രശ്നത്തിനും പരിഹാരമായിട്ട് അഡ്വൈസ് അച്ഛനും അമ്മയും തരാറുണ്ടായിരുന്നു. ലാസ്റ്റ് വരെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോഴും എനിക്ക് കീ നോക്കാനുള്ള ആ ഒരു ധൈര്യമില്ലാത്തപ്പോഴും അച്ഛനും അമ്മയാണ് എൻ്റെ കീ രാത്രി ഉറങ്ങാതിരുന്ന് നോക്കി 2 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നത് 720 ഉണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.